നമസ്കാരം. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ രംഗം ഇക്കഴിഞ്ഞ ദിവസം ഒരു സുപ്രധാന നേട്ടം കരസ്ഥമാക്കുകയുണ്ടായി. ഹൈപ്പർസോണിക് മിസൈലിന് വേഗത പകരാനായുള്ള ആക്റ്റീവ്ലി കൂൾഡ് സ്ക്രാംജെറ്റ് ഫുൾ സ്കെയിൽ കമ്പസ്റ്ററിന്റെ ലോങ് ഡ്യൂറേഷൻ ഗ്രൗണ്ട് ടെസ്റ്റ് വിജയകരമായി പൂർത്തീകരിച്ചതിന്റെ നിറവിലാണ് രാജ്യത്തിന്റെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ DRDO രാജ്യത്തിന്റെ ഏറെ ശ്രദ്ധേയമായ പ്രതിരോധ ഗവേഷണ ശ്രമങ്ങളിലൊന്നായ ഹൈപ്പർസോണിക് മിസൈൽ പദ്ധതിയുടെ മുന്നേറ്റത്തിന് വഴിത്തിരിവായൊരു കാര്യമാണ് അതിലൂടെ സാധ്യമായിരിക്കുന്നത്. ഹൈദരാബാദിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറിയുടെ സ്ക്രാംജെറ്റ് കണക്റ്റഡ് പൈപ്പ് ടെസ്റ്റ് ഫെസിലിറ്റിയിൽ വെച്ച് ഇക്കഴിഞ്ഞ ജനുവരി 9 ഈ പരീക്ഷണം നടത്തിയത്. പരീക്ഷണവേളയിൽ കമ്പസ്റ്റർ 12 മിനിറ്റിലധികം നേരത്തെ മികച്ച പ്രവർത്തനമാണ് പ്രകടമാക്കിയത്. 2025 ഏപ്രിലിൽ നടത്തിയ സബ് സ്കെയിൽ പരീക്ഷണത്തെ അപേക്ഷിച്ച് വലിയ പ്രകടനമാണിത്. ഇതിലൂടെ രാജ്യം ലക്ഷ്യം വെച്ചിരിക്കുന്ന ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുടെ വികസനത്തിലേക്കുള്ള സുപ്രധാന നാഴികക്കല്ലായി ഈ കമ്പസ്റ്റർ പരീക്ഷണത്തിന്റെ വിജയം മാറിയിരിക്കുകയാണ്. പ്രതിരോധ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ എന്നാൽ ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗതയിൽ, അതായത് മാക് 5 മണിക്കൂറിൽ 6100 കിലോമീറ്ററിലധികം വേഗതയിൽ ദീർഘനേരം സഞ്ചരിക്കാൻ കഴിവുള്ളവയാണ്. സൂപ്പർസോണിക് കമ്പസ്റ്റൺ ഉപയോഗിക്കുന്ന അത്യാധുനികമായ എയർ ബ്രീത്തിംഗ് സ്ക്രാംജെറ്റ് എഞ്ചിനുകളാണ് ഇത്തരം മിസൈലുകൾക്ക് ചടുല വേഗത സാധ്യമാക്കുന്നത്. DRDO നടത്തിയ കമ്പസ്റ്റർ ഗ്രൗണ്ട് ടെസ്റ്റ് ഇന്ത്യ ഈ സാങ്കേതിക വിദ്യ കൈപ്പിടിയിൽ ഒതുക്കി എന്നതിന്റെ തെളിവാണ്. ഫുൾ സ്കെയിൽ കമ്പസ്റ്ററും അതിനായുള്ള പ്രത്യേക ടെസ്റ്റ് ഫെസിലിറ്റിയും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി തദ്ദേശീയമായാണ് രൂപകൽപ്പന ചെയ്തത്. രാജ്യത്തെ സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങളുടെ സഹകരണവും ഈ ശ്രമത്തിന് പിൻബലമേകി. DRDL രൂപകൽപ്പന ചെയ്ത സ്ക്രാംജെറ്റ് കമ്പസ്റ്ററിന്റെ കരുത്തും പരീക്ഷണ കേന്ദ്രത്തിന്റെ കാര്യക്ഷമതയും ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ രംഗത്തെ മികവ് പ്രകടമാക്കുന്നതാണ്. കമ്പസ്റ്ററിന്റെ വിജയകരമായ ഈ ശ്രദ്ധേയ പരീക്ഷണത്തിനു പിന്നിൽ പ്രവർത്തിച്ച DRDO ശാസ്ത്രജ്ഞരെയും വ്യവസായ പങ്കാളികളെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിക്കുകയുണ്ടായി. ആക്റ്റീവ്ലി കൂൾഡ് സ്ക്രാംജെറ്റ് ഫുൾ സ്കെയിൽ കമ്പസ്റ്ററിന്റെ ലോങ് ഡ്യൂറേഷൻ ഗ്രൗണ്ട് ടെസ്റ്റ് വിജയകരമായി പൂർത്തീകരിച്ചത് ഇന്ത്യയുടെ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വികസന പദ്ധതിക്ക് അടിത്തറ പാകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്തിന്റെ തന്ത്രപരമായ സാങ്കേതിക ശേഷി ശക്തിപ്പെടുത്തുന്നതിലെ പ്രധാന ചുവടുവയ്പ്പാണിതെന്ന് ഈ പരീക്ഷണം വിജയകരമാക്കി തീർക്കുന്നതിനായി അക്ഷീണം പ്രയത്നിച്ച ഗവേഷകരെയും വ്യവസായ സ്ഥാപനങ്ങളെയും അഭിനന്ദിക്കവേ പ്രതിരോധ ഗവേഷണ വികസന വകുപ്പ് സെക്രട്ടറിയും DRDO ചെയർമാനുമായ സമീർ വി കാമത്ത് പറഞ്ഞു. ചുരുക്കത്തിൽ ഈ പരീക്ഷണ ദൌത്യത്തിലൂടെ ഹൈപ്പർസോണിക് എയ്റോസ്പേസ് സാങ്കേതിക വിദ്യകളിൽ ആഗോളതലത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും ഇടം പിടിച്ചിരിക്കുകയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.